ഭരണനിർവഹണത്തിൽ അടിമുടി മാറ്റം. ഖജനാവിലെ ഓരോ രൂപയും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി കേരള മന്ത്രിസഭ. കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു വാർത്തയുമായാണ് ഈ സമയം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനും ഖജനാവിൽ നിന്നുള്ള ഓരോ രൂപയുടെയും വിനിയോഗം സുതാര്യമാക്കാനും ലക്ഷ്യമിട്ട് 5 സുപ്രധാന പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് സംസ്ഥാന മന്ത്രിസഭ. ഭരണനിർവഹണത്തിൽ വലിയ പൊളിച്ചെഴുത്തുകൾക്ക് കാരണമാകുന്ന ഈ പുതിയ തീരുമാനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും ഇതിന്റെ ഭേദഗതിയും. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട്. പിന്നെ പല ആക്ടിൽ തന്നെ പരസ്പര വിരുദ്ധമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ പ്രോജക്റ്റുകളും മറ്റും ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഭേദഗതി, നിയമപരമായ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രിപ്പറേഷൻ ഉണ്ടാകും. 5ാമത്തെ മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ. അതായത് ബിസിനസ്സുകൾ ആയിട്ട് വരുന്നവരൊക്കെ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകളെ ലളിതമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണ്. അതായത് ധനകാര്യം, നിയമം, നികുതി, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ പരമ്പരാഗതമായ രീതികൾ പലപ്പോഴും പല ഫയലുകളായി പോകുന്നതിനും അനാവശ്യമായ പേപ്പർ സമർപ്പണത്തിനും ഒന്നിലധികം പരിശോധനാ ഘട്ടങ്ങൾക്കും അനാവശ്യമായ ഓഫീസ് സന്ദർശനങ്ങൾക്കും ഇത് കാരണമാകുന്നു. അപ്പോൾ നിർദ്ദിഷ്ട നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ സേവന നടപടികളെ ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളിത് നടപ്പാക്കി കഴിയുമ്പോൾ വലിയ മാറ്റമായിരിക്കും പദ്ധതികളുടെ കാര്യങ്ങളിൽ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ സർക്കാരുകളും ഓഫീസുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇത്. അതുപോലെ പൊതുഭരണ വകുപ്പിന്റെ ഈ മുൻഗണനാ പദ്ധതി നിർവഹണത്തിനും വകുപ്പുകൾ, പ്രയോറിറ്റി പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി സെക്രട്ടറിമാരുടെ ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. മുഖ്യമന്ത്രി BD സതീശൻ പ്രഖ്യാപിച്ച ആ 5 പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക്. പൊതുഭരണ സംവിധാനം കൂടുതൽ ആധുനികമാക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായി 5 സുപ്രധാന ഭരണ പരിഷ്കാരങ്ങൾക്ക് ബുധനാഴ്ച ചേർന്ന കേരള മന്ത്രിസഭ അംഗീകാരം നൽകി. സമഗ്രമായ ഒരു ഡിജിറ്റൽ ഗവേണൻസ് ചട്ടക്കൂട് സൃഷ്ടിക്കാനും പദ്ധതികളുടെ നിരീക്ഷണം ശക്തമാക്കാനും വർഷങ്ങളായി സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ചോർച്ചകൾ തടയാനും ഈ നടപടികളിലൂടെ സാധിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി BD സതീശൻ വ്യക്തമാക്കി. സർക്കാർ അംഗീകരിച്ച 5 സുപ്രധാന തീരുമാനങ്ങൾ താഴെ പറയുന്നവയാണ്. സമ്പത്ത് ഡിജിറ്റൽ അസറ്റ് രജിസ്ട്രി. ഭരണനിർവഹണ പരിഷ്കാരങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് സമ്പത്ത് അഥവാ സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഹാർമോണൈസേഷൻ. ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക ഘടനകൾ, റോഡുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങി സർക്കാർ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും രേഖകൾ സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ രജിസ്ട്രിയാണിത്. പ്ലാൻ സ്പേസ് 2.0 തത്സമയ നിരീക്ഷണം. നിലവിലെ പ്ലാൻ സ്പേസ് പോർട്ടൽ അപ്ഗ്രേഡ് ചെയ്ത് GIS അധിഷ്ഠിത പ്രോജക്ട് രജിസ്ട്രിയായ പ്ലാൻ സ്പേസ് 2.0 നടപ്പിലാക്കും. സർക്കാർ മൂലധനം ഉപയോഗിച്ചുള്ള എല്ലാ പ്രോജക്റ്റുകളും ഡിജിറ്റലായി ട്രാക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. പദ്ധതിയുടെ സ്ഥാനം, നടപ്പിലാക്കുന്ന ഏജൻസി, ഫണ്ടിംഗ് ഉറവിടം, നിർമ്മാണ ഘട്ടം തുടങ്ങിയ കൃത്യമായ വിവരങ്ങളോടെ ഓരോ പ്രോജക്റ്റും ജിയോ ടാഗ് ചെയ്യാനും അതുവഴി തത്സമയ നിരീക്ഷണം സാധ്യമാക്കുകയും ചെയ്യും. സർക്കാർ സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ രജിസ്ട്രി. സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി ഏകദേശം 591 സർക്കാർ സ്ഥാപനങ്ങളുടെ ഒരു ഏകീകൃത ഡിജിറ്റൽ രജിസ്ട്രി സർക്കാർ രൂപീകരിക്കും. 10 വർഷം ഏകദേശം 19,000 കോടി രൂപ ശമ്പള ചെലവ് വരുന്ന സ്ഥാപനങ്ങളാണിവ. നിലവിൽ സമാനമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതോ കാലഹരണപ്പെട്ടതോ ആയ സ്ഥാപനങ്ങളെ അവലോകനം ചെയ്യുകയും സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായി അവ ലയിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. നിയമങ്ങളുടെ സമഗ്ര അവലോകനം. സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുന്ന പഴഞ്ചനായതും അനാവശ്യമായതുമായ നിയമങ്ങൾ ഒഴിവാക്കുന്നതിനായി നിലവിലെ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. വകുപ്പുകളുടെ നവീകരണം. ധനകാര്യം, നിയമം, റവന്യൂ, നികുതി, വ്യവസായം, തദ്ദേശ സ്വയംഭരണം
തുടങ്ങിയ പ്രധാന വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ പ്രോസസ് റീ എഞ്ചിനീയറിംഗ് സംരംഭം നടപ്പിലാക്കും. ഭരണപരമായ നടപടിക്രമങ്ങൾ ലളിതമാക്കുക, പേപ്പർ ജോലികൾ കുറയ്ക്കുക, ഓഫീസുകളിലേക്കുള്ള നിരന്തരമായ യാത്രകൾ ഒഴിവാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഈസ് ഓഫ് ലിവിംഗ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നിവ മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായകമാകും. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.